ഇപ്പം വിശ്വാസം എങ്ങനെ പറയണം? യേശു കർത്താവാണെന്ന്. അല്ല, വിശ്വാസം എങ്ങനെ വരുന്നതാണ്? കേൾവിയിൽ നിന്ന് വരുന്നതാണ്. റോമ 10:17 ഇല്ലേ? റോമ 10:17 എന്താ വിശ്വാസം എന്ന് പറഞ്ഞ്? കേൾവിയിൽ നിന്ന്. കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നാണ്. അപ്പോൾ ഈ സാക്ഷ്യം നമുക്ക് എന്താ തരണത്? കേൾവിയാണ്. കേൾക്കുമ്പോൾ എന്താ? വിശ്വാസം വരും നമുക്ക്. റോമ 10:17 അനുസരിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം വരും. വിശ്വാസം വന്നാൽ ഉടനെ എന്ത് പറ്റും? പ്രത്യാശ കിട്ടും. വിശ്വാസം വന്നാൽ പ്രത്യാശ വരും. അപ്പം അത് പ്രത്യാശ വന്നാൽ എന്ത് ചെയ്യും? പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരമായി വരും. അല്ലെങ്കിൽ പ്രാർത്ഥന ഇടക്ക് തണുത്തു പോകും. പ്രാർത്ഥന തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വചനം വായിക്കണം. അരമണിക്കൂർ എന്ന് വെച്ചാൽ 2 മിനിറ്റ് 3 മിനിറ്റ് ആവർത്തിച്ച് 30 വചനം അരമണിക്കൂറിനുള്ളിൽ കിടക്കാനുള്ളിൽ വായിച്ച് തീർക്കണം എന്ന് പറയുമ്പോൾ ആ ദൈവത്തുമായിട്ട് കോണ്ടാക്റ്റ് വരും. അപ്പോൾ ഉടമ്പടി വിഷയങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ പല വിഷയങ്ങളും ദൈവം നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യേണ്ട. ഇപ്പോൾ 16 കേസൊക്കെ ഉണ്ട് ചിലർക്ക്. ആ 16 കേസ് മാറിയിട്ട് സ്ഥലം വിറ്റ് മകളെ കെട്ടിക്കണം. അപ്പം നമ്മുടെ ബലത്തിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഉടമ്പടി എന്തുകൊണ്ടാണ് പവർഫുൾ ആകണമെന്ന് ചോദിച്ചാൽ, ഈ ഉടമ്പടിയിലെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നാണ്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ. അപ്പം സക്കറിയ പ്രവാചകന് കൊടുത്ത വെളിപാടാണത്. 4:6 ഒന്ന് പറഞ്ഞ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. അതാണ് എഫെസ്യസ് 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കണം എന്താ അറിയാമോ? ഉടമ്പടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അസാധ്യമായ കാര്യങ്ങളാണ്. ഈ അസാധ്യമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മാനുഷികമായ ബുദ്ധിയോ ശക്തിയോ വിദ്യാഭ്യാസമോ സ്വാധീനമോ സ്വത്തോ കൊണ്ടൊന്നും സാധിക്കുമല്ല. അവിടെ ദൈവം തന്നെ ഇടപെടണം. അപ്പോൾ ദൈവം ഇടപെടണമുണ്ടല്ലോ. സുപ്രീം കോടതി, യൂണിവേഴ്സിറ്റി, എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് ഇടപെടുകയാണ്. അതെന്താണ്? നമ്മുടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അത് ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് സങ്കടവും സകല സാഹചര്യം മനസ്സിൽ ഓർക്കണേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതായത് ക്രിസ്തുവിന് പല തരത്തിൽ ഈശോയെ നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ് റോമ 10:9. എന്നാ? യേശു കർത്താവാണെന്ന് ആധരം കൊണ്ട് ഏറ്റുപറയുക, ദൈവം അവന് മരിച്ചോട് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. ഒന്നേ പറഞ്ഞ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. അപ്പം രക്ഷ ആരാണെന്നാണ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് ശമയോൻ പറഞ്ഞത് ലുക്ക 2:30. എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ രക്ഷ എന്ന് ശമയോൻ പറയും, ശക്തി എന്ന് പൗലോസ് പറയും. രണ്ടും ആളൊന്നാണ്. ആരാണ്? ഈശോ. രക്ഷ എന്ന് ശമയോൻ പറയും, ശക്തി എന്ന് പൗലോസ് പറയും. ദൈവത്തിൻ്റെ ജ്ഞാനവും
1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അപ്പം ശക്തിയായാലും രക്ഷയായാലും നമ്മൾ എങ്ങനെ ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ പ്രോസസ്സ് മെക്കാനിസം അറിയണം. നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ശക്തിയായാലും രക്ഷയായാലും നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ആരാധനയിലായാലും എങ്ങനെയാണത് പ്രാപിക്കണത്? പ്രഖ്യാപിക്കുമ്പോഴാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നു. എന്ന് പറഞ്ഞ യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഇപ്പം കർത്താവാണെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെയും കർത്താവാണ്, കടങ്ങളുടെയും കർത്താവാണ്. നിൻ്റെ ഇല്ലായ്മയുടെയും കർത്താവ് തന്നെയാണ്, ഈശോ തന്നെ കർത്താവ്. ഇപ്പം കർത്താവെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് മുകളിൽ ആരുമില്ല. നിനക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞാലും മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞാലും കരളിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞാലും കരളിൻ്റെ അസുഖത്തിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു സാക്ഷ്യം കേട്ടില്ലേ? ഡോക്ടർ എന്ന് പറഞ്ഞ ഇപ്പോൾ ഒത്തിരിയേറെ കരൾ രോഗികൾ സുഖപ്പെടുന്നുണ്ട്. പുതിയ കരളും പുതിയ കിഡ്നി അമ്മയുടെ മധ്യശരീശ വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ ഇപ്പോൾ 1-2 ആണെങ്കിൽ നമുക്ക് പറയാം ഒറ്റപ്പെട്ട സംഭവം. അങ്ങനെയല്ല, നിരന്തരം ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ വരുന്നത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. യേശു കർത്താവാണെന്ന്. അപ്പോഴേ രോഗമല്ല കർത്താവ്. ആരാണ്? യേശുവാണ് കർത്താവ്. കടവും ജപ്തി നടപടിയും ഒന്നുമല്ല കർത്താവ്. ആരാണ്? യേശുവാണ് കർത്താവ്. അപ്പം നീ ആ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലിരുന്നുകൊണ്ട് അത് വ്യാഖ്യാനിച്ച് തരണം. അപ്പം നീ ഇടയ്ക്ക് പറയണം യേശു കർത്താവാണ്. നീ പരീക്ഷയെ തോറ്റെന്ന് പറഞ്ഞാലും നീ പറയണം പരീക്ഷയല്ല, റിസൾട്ടല്ല, സർട്ടിഫിക്കറ്റ് അല്ല കർത്താവ്, യേശു കർത്താവ്. അപ്പോൾ യേശു കർത്താവാണ്, യേശു കർത്താവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. അതെന്താ, ഉള്ളിൽ എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ അപ്പം തന്നെ പറയണം. നീ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശുവാണ് കർത്താവ്, യേശുവാണ് ശക്തി. അക്ഷരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഒന്ന് പറഞ്ഞാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു. ഇപ്പം മരണത്തിനേക്കാൾ വലിയ കാര്യമില്ലല്ലോ. അതിനേക്കാൾ വലിയ കാര്യം എന്താണ്? ഉയർപ്പ് അല്ലേ? എന്ത് തകർച്ച വന്നാലും ഞാൻ എന്നെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ. ഒന്ന് പറഞ്ഞേ, എന്ത് തകർച്ച വന്നാലും ഞാനതിനെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ. ഒന്നിന് പറഞ്ഞേ, എന്ത് തകർച്ച വന്നാലും ഞാനതിനെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ. കൈ അടിച്ച് കിടത്താൻ എന്ത് തകർച്ച വന്നാലും കർത്താവാണ്, യേശു ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആദ്യമായി തന്നെ ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷിയായി ഉയർത്തിയതിന് കോടാനുകോടി നന്ദി യേശുപ്പച്ചനും പരിശുദ്ധ അമ്മ മാതാവിനും. നന്ദി, സ്തുതി, ആരാധന, മഹത്വം, കൃതജ്ഞത കോടാനുകോടി അർപ്പിക്കുന്നു. എൻ്റെ പേര് അൽഫോൻസ, എൻ്റെ മോള് റെയ്ന സോനു. ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞങ്ങൾ സെറ്റിൽഡാണ് അഹമ്മദാബാദിൽ. ഞാൻ അവിടെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായിട്ട് ഒരു കോർപ്പറേറ്റ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഒരു 350 നേഴ്സസ് എൻ്റെ അണ്ടറിലുണ്ട്. ഞാൻ അവർക്കെല്ലാവർക്കും ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉടമ്പടിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2019 മാർച്ച് 4 ആണ്. ഉടമ്പടി ഞാൻ അറിഞ്ഞത് ഒരു ഓമന എന്ന് പറഞ്ഞ ഒരു ചേച്ചിയിൽ നിന്നാണ്. ആ ചേച്ചി, ഞാൻ വളരെ എൻ്റെ മോളെക്കുറിച്ച് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനത്തിൽ ഉടമ്പടി എന്ന ഒരു സംഭവമുണ്ട്, അത് പാലിക്കാൻ പറ്റുമെങ്കിൽ അത് പോയി എടുത്താൽ ദൈവം മാതാവും ഒത്തിരി നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു.
അത് കേട്ടപാടെ മാർച്ച് 3 ഞാൻ അറിയുന്നു ഉടമ്പടിയെക്കുറിച്ച്. മാർച്ച് 4 വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനും മോളും ഇവിടെ എത്തി. അന്ന് മോൾക്ക് 11-12 വയസ്സുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഉടമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായി വെച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. കാരണം 1.5 വയസ്സുള്ളപ്പോൾ അവളുടെ പപ്പ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കര വിഷമമായിരുന്നു. അവൾ ആ വിഷമം എന്നോട് പറയുമ്പോൾ എനിക്കത് സഹിക്കവയ്യായിരുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ ബോത്ത് പാരൻസ് മീറ്റിങ്ങിന് വരും, ഞാൻ മാത്രമേ മീറ്റിങ്ങിൽ വരാറുള്ളൂ. അപ്പോൾ കൊച്ചു ചോദിക്കും, വൈകിട്ട് വരുമ്പോൾ മമ്മ എന്നെ മോള് അമ്മ എന്ന് എന്നെ വിളിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അവളെ ആദ്യം പഠിപ്പിച്ചത് സങ്കീർത്തനം 91. ഒരു ദിവസം ഒരു വാക്ക് വെച്ച് ഞാൻ കൊച്ചിനെ അത് പഠിപ്പിച്ചു. കൊച്ച് ശരിക്കും സംസാരിക്കാറായപ്പോൾ സാം 91 ഫുൾ ബൈ ഹാർട്ടായി. അത് കഴിഞ്ഞിട്ട് സാം 23 അതും ഞാൻ പഠിപ്പിച്ചു. സാം 121 അതും കുഞ്ഞിനെ പഠിപ്പിച്ചു. 3 ബൈ ഹാർട്ടായി. ഞാൻ പറഞ്ഞു, മോളുടെ പപ്പ യേശുപ്പച്ചനാണ്, മോള് ഇത് വെച്ച് പ്രാർത്ഥിക്കുക, മോളുടെ എല്ലാ ദുഃഖവും മാറ്റും, അമ്മ മാതാവിനെ മുറുകെ പിടിക്കുക. മുട്ടുകുത്തി കുഞ്ഞ് തിരി കത്തിച്ചിട്ട് എന്നെ വിളിക്കുമായിരുന്നു 3 വയസ്സ് മുതൽ ജപമാല പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷമങ്ങൾ വരുന്നത്. അവളുടെ മനസ്സ് എന്നോട് തുറന്ന് പറയണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ കൊച്ചു പറയുമ്പോൾ. അങ്ങനെ ഓടിച്ചാടി ഒരു കാന്ത ആകർഷിക്കുന്നത് പോലെയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി കേൾക്കുമ്പോഴുള്ള എനിക്കുണ്ടായ ഒരു അട്രാക്ഷൻ. കൊച്ചിനെ വിളിച്ചിട്ട് വെളുപ്പിന് ഫ്ലൈറ്റിന് കയറി ഓടി വന്നു. ഇവിടെ വന്നപ്പോൾ വൈകിട്ട് 6 മണിയായി. ഞങ്ങൾ അപ്പം ഭയങ്കര ഉന്തും തള്ളും. ഞാനും കൊച്ചും മറ്റുള്ളവരുടെ ഫോഴ്സ് കാരണമാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ നടന്നല്ല വന്നെന്ന്. നടക്കാനുള്ള സ്ഥലമില്ല, ഒരിട പോലുമില്ല. ഏതോ ഒരു വ്യക്തിയിലൂടെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഉടമ്പടി എടുക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മാർച്ച് 4 ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ഈ വർഷം 2025 ഫെബ്രുവരിന് കൊച്ചിന് 18 വയസ്സായി. അപ്പം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ ഒത്തിരി പേരെ ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ വീട്ടുകാരെ ചേച്ചിമാരെ ഉടമ്പടി എടുപ്പിച്ചു. എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഇന്നും. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത്. ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും നടന്നില്ല. അപ്പം ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഇത് മാംസമായി ധരിച്ചു. അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെസ്റ്റ് ആഫ്രിക്ക കോങ്കോ കിൻഷാസ എന്ന സ്ഥലത്ത് ഒരു നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ വേക്കൻസി ഉണ്ട്. 1000 ബെഡിൻ്റെ ഹോസ്പിറ്റലാണ്. 550 നേഴ്സുമാരുണ്ട്. അപ്പോൾ ഇവരെ ലീഡ് ചെയ്യുക, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ വിതിൻ 2 വീക്സ് എനിക്ക് വിസ വന്നു, ഇമിഗ്രേഷൻ ശരിയായി, എല്ലാം ടൈം ഷോർട്ടനിങ്. അച്ഛൻ കൃപാസനം അച്ഛൻ പറയുന്നത് പോലെ ടൈം ഷോർട്ടനിങ്ങിൻ്റെ ഒരു അനുഭവം എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വിതിൻ 2 വീക്സിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഞാനത് അങ്ങനെ വിതിൻ 1 മന്ത് വെസ്റ്റ് ആഫ്രിക്കയിൽ പോവുകയും ചെയ്തു എൻ്റെ കുഞ്ഞിൻ്റെ അനുവാദത്തോടെ. അന്ന് വരെ ഞങ്ങൾ ഒരിക്കലും അകന്നും ജീവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കോൺവെൻറ്റ് സ്കൂളിൽ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഞാൻ പോയത്. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കര വിഷമം എന്നെ കാണണമെന്നുള്ളത്, എനിക്കും അവളെ കാണണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടുത്തെ സിഇഒനോട് പറഞ്ഞു. സാർ പറഞ്ഞു, ഇല്ല, ഫാമിലി അനുവദിക്കില്ല. ഐ സെഡ് നോ, ഐ വാണ്ട് ടു ഗോ, ഐ ഷുഡ് ഗോ, ഐ വാണ്ട് ടു ബ്രിങ് മൈ ഡോട്ടർ, ദെൻ ഓൺലി ഐ ക്യാൻ കണ്ടിന്യൂ മൈ വർക്ക് ഓവർ ഹിയർ. അങ്ങനെ പറഞ്ഞ് ഞാൻ 1 മന്ത് ലീവ് എടുത്ത് ഇവിടെ വന്ന് ഇപ്പം നമ്മൾ പുറത്ത് പോകണമെങ്കിൽ എനിക്ക് കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് സിഇഒയുടെ മെയിൽ വരണം. ഇവിടെ വന്ന് 20 ദിവസമായി, 15 ദിവസമായി മെയിൽ വരുന്നില്ല. പിന്നെ ഒരു 10 ദിവസത്തിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് കുഞ്ഞിനെയും കൊണ്ട് അച്ഛനെ ഈ അൾത്താരയിലെ കൊച്ചിനെ പ്രാർത്ഥിപ്പിച്ചു. ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു, അച്ഛ ഇതാണ് സംഭവം. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സാക്ഷി പറയാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ എത്തുന്നതിന് മുൻപേ എനിക്ക് മെയിൽ വന്നു, യുവർ ഡോട്ടർ യു ക്യാൻ ബ്രിങ്, പെർമിഷൻ ഈസ് ഗ്രാൻഡഡ്.
അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇന്ന് ഞങ്ങൾ ചെന്നു, നാളെ ലോക്ക്ഡൗൺ പ്രാപിച്ചു കോവിഡ് കാരണം. അപ്പം ലോക്ക്ഡൗൺ 6 മന്തിൽ ഫുൾ കംപ്ലീറ്റ് ഫ്ലൈറ്റ് എല്ലാം ബന്ധായി. അപ്പോൾ അത് ഭയങ്കര ഒരു മഹാ അത്ഭുതമാണ്. കാരണം ഞങ്ങൾ അന്ന് ചെന്ന് പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ആ കറക്റ്റ് മോമെൻറ്റിൽ ടൈം ഷോർട്ടനിങ് ചെയ്ത് മാതാവ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. അങ്ങനെ ഞാനും കുഞ്ഞും അവിടെ എത്തി. കുഞ്ഞിനവിടെ 9th സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ എടുത്തു പഠിക്കാൻ. അങ്ങനെ പഠനം തുടങ്ങി. പിന്നെ കോവിഡ് കുറേ ആയി. ഇപ്പം ഒത്തിരി ഇന്ത്യൻസ് ഡോക്ടേഴ്സ് ഉൾപ്പെടെ കുറേ പേര് മരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വന്നു. 2021 ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ 2 സിസ്റ്റേഴ്സ് ഈ അൾത്താരയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്കും കുഞ്ഞിനും ഒരു നന്മ നിറഞ്ഞ മറിയം ഈ അൾത്താരയിൽ കയറി ചൊല്ലാനുള്ള ഭാഗ്യം തരണമേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. 2 ആഴ്ച കഴിയുമ്പോൾ അച്ഛൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു, ആഗോള ജെറിക്കോ പ്രെയർ ഇവിടെ നടത്താൻ പോകുന്നു. പല പല ഭാഷകളിൽ ആഗ്രഹമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു നമ്പർ തന്നു. ഞാൻ ആ നമ്പറിൽ ബന്ധപ്പെട്ടു. എന്നെ മോളെ അവർ വിളിച്ചു. ഞങ്ങളിവിടെ ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് 4 ഭാഷകളിൽ 212 നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും 20 സ്വർഗസ്ഥനായ പിതാവും 4 വിശ്വാസ പ്രമാണവും ഈ അൾത്താരെ കയറി ഞാൻ ചൊല്ലി, ഞാനും മോളും. ഒരു നന്മ നിറഞ്ഞ മറിയമാണ് ഞാൻ ചോദിച്ചത്, ഒരു പരിശുദ്ധ മറിയമാണ് ഞാൻ ചോദിച്ചത്. അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും, നിങ്ങൾക്ക് യൂട്യൂബിൽ ചോദിച്ച് അടിച്ച് നോക്കിയാൽ അറിയാം, 2021 ആഗോള ജെറിക്കോ പ്രാർത്ഥനയിൽ 212 നന്മ നിറഞ്ഞ മറിയും പരിശുദ്ധ മറിയും 20 സ്വർഗസ്ഥനായ പിതാവും 4 വിശ്വാസ പ്രമാണവും ഈ അൾത്താരെ കയറി ഞങ്ങൾ പല ഭാഷകളിൽ ചൊല്ലി. ഫ്രഞ്ച് അറിയാമോ? കൊന്ത ചെല്ല അറിയാമോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫ്രഞ്ച് കുറച്ച് അറിയാം സംസാരിക്കാൻ, പക്ഷെ കൊന്ത ഞങ്ങൾ ഇതുവരെ ചൊല്ലിയിട്ടില്ല. അപ്പം എന്നോട് കൊച്ചിനോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഫ്രഞ്ച് ആദ്യം ചൊല്ലിക്കോ. അപ്പം ഞാൻ പറഞ്ഞു, ഫ്രഞ്ചോ? അപ്പം ഞങ്ങൾ വേഗം യൂട്യൂബിൽ നോക്കി ഫ്രഞ്ച് കൊന്ത എഴുതിയെടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫ്രഞ്ച് ചൊല്ലി. ഫ്രഞ്ച് ജപമാല ചൊല്ലി പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ VP ജോസഫ് അച്ഛൻ, ഈ 21st സെഞ്ച്വറിയിലെ പ്രവാചകനായ ജോസഫ് അച്ഛൻ ഞങ്ങളോട് പറയാണ്, കൊള്ളാം മക്കളേന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ കൊച്ചിന് എനിക്കും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, ഭയങ്കര ധൈര്യമായിരുന്നു. അച്ഛൻ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞല്ലോ, അറിയാൻ പാടില്ലാത്ത ഭാഷയിൽ ഞങ്ങൾ ജപമാല ചൊല്ലി ഇവിടെ അമ്മയ്ക്ക് കാഴ്ച വെച്ചപ്പോൾ അച്ഛൻ ഞങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനവും ഉത്തേജനവുമായിരുന്നു. അന്നത്തെ വ്യൂ തന്നെ 55,000 പീപ്പിളായിരുന്നു ആ വീഡിയോ കണ്ടത്. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മോൾക്ക് പപ്പയില്ലാത്തതിൻ്റെ വിഷമം. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് എൻ്റെ മോളെ കൂടെ പൊതിഞ്ഞ് ഈശോ അമ്മയുടെ തിരുഹൃദയത്തിൽ ഈശോയോട് ചേർത്ത് പിടിച്ചാണ് നടത്തിയിരിക്കുന്നത് ഈ നിമിഷം വരെ വിശുദ്ധിയിൽ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നതുപോലെ എൻ്റെ മോളെ അമ്മ മാതാവ് ഇന്നും യേശുവിനെ പഠിപ്പിച്ചതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും അറിവിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ എൻ്റെ മോളെ വിശുദ്ധിയിൽ വളർത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് പലതവണ ഞങ്ങളുടെ തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാ ഫോട്ടോ, ഒന്നല്ല പലതവണ. ഇതെൻ്റെ 10ാമത്തെ പുതുക്കലാണ്. ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. പണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മാതാവിൻ്റെ ഒരു ഫാനാണ്. ഇന്ന് എന്നെ വിളിക്കുന്നത് മരിയൻ മിഷണറി എന്നാണ്. ഞാൻ ഇവിടുന്ന് ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഗുജറാത്തി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം പത്രങ്ങൾ കെട്ടുകളായി വാങ്ങി നോർത്ത് ഇന്ത്യൻ ഗുജറാത്തികളുടെ ഇടയിൽ ഗുജറാത്തി പത്രവും ഹിന്ദി പത്രവും കൊങ്കൺസിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് പത്രവും വിതരണം ചെയ്ത് ഒരു യേശുവിനെ അറിയാത്തവരെ അറിഞ്ഞവരെ ആഴപ്പെടുത്തിയും അറിയാത്തവരെ അറിയിച്ചു കൊടുത്തും യേശു ക്രിസ്തുവാണ് ഏക രക്ഷകനെന്ന് അവരെ വിശ്വസിപ്പിച്ച് ഞങ്ങളുടെ സാക്ഷ്യം അവർക്ക് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഭയങ്കര പൊളിറ്റിക്സാണ്. അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 നമ്മുടെ ബഹുമാനപ്പെട്ട 21st സെഞ്ച്വറിയിലെ പ്രവാചകനായ ഡോക്ടർ VP ജോസഫ് അച്ഛൻ ഇങ്ങനെ ആരാധനയിലൂടെ പറയുന്നു, ജനസിസ്
3:15 ഉൽപ്പത്തി 3:15 നീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ മേൽ കുതികാൽ പരിക്കേൽപ്പിക്കും. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയണു. അപ്പോൾ ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കെതിരായിരുന്ന് സംസാരിച്ച എല്ലാ ആൾക്കാരെയും അമ്മ മാതാവ് 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ദൂരെ ജോലി അവർക്ക് ട്രാൻസ്ഫർ ആക്കി കൊടുത്തു. ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നിന്ന് അവർ റിസൈൻ വെച്ച് വേറെ ഓർഗനൈസേഷനിൽ മാറ്റി താമസിപ്പിച്ചു, ജോലി കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റി എന്നെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവദിച്ചു. തന്നെയല്ല, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഈ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസിനും എനിക്ക് ആസ് എ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എനിക്ക് ഫുഡ് കൊടുക്കണോ മെഡിസിൻ കൊടുക്കണോ ഒന്നും വരുന്നില്ല, എൻ്റെ നേഴ്സുമാർ ചെയ്തോളും. പക്ഷേ ഞാൻ എവരുടെ 80, 90, 100 പേഷ്യൻസിനെ ഡെയിലി വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സംഗതി, ചിലപ്പോൾ ഫീഡിങ് ആയിരിക്കും, സൂപ്പൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ വെച്ചായിരിക്കും. നഴ്സുമാർക്ക് സമയമില്ലാത്തത് കൊണ്ട് അവർ മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് മറന്നു പോകും ചിലപ്പോൾ. അപ്പം ഞാൻ അതെടുത്ത് കൊടുക്കും. അപ്പോൾ അവർ പറയും, അയ്യോ മേഡം എടുക്കില്ല, ഞങ്ങൾ കൊടുത്തോളാം. അയ്യോ മേഡം കൊടുക്കില്ല. ഞാൻ സെഡ് നോ, ഞാൻ ആം എ മരിയൻ മിഷണറി, ഐ ഹാവ് ടു ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഒത്തിരി പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ NIBH അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞു, മാതാവേ ഈ NIBH അസസ്മെൻറ്റിൽ സങ്കീർത്തനം 92:10 അവിടുന്ന് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ എൻ്റെ കൊമ്പ് ഉയർത്തി നിർത്തണമേ, അവിടുന്ന് പുതിയ തൈലം എൻ്റെ മേൽ ഒഴിക്കണേ. അങ്ങനെ വെച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ചു. 92 നോൺ കംപ്ലൈൻസിൽ ആകെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4 നോൺ കംപ്ലൈൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മാതാവ് ഞങ്ങളെ വലുതാക്കി ഉയർത്തി. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ നീരവ് പഞ്ചാനി, ആ ഡോക്ടർ സൈക്ലിംഗ് ചെയ്തപ്പം പട്ടി മുൻപിൽ വന്ന് സൈക്കിൾ വീണ് അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറി ആയി, ഹെഡ് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും ബെഡിൻ്റെ ചുറ്റുമിട്ട് മാതാവിൻ്റെ ഒരു രൂപം തലയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം 45 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ 53ാമത്തെ ദിവസം ഹെൽത്തി ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കും, ആൾക്കാരെ തിരിച്ചറിയുകയും ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തകരായിട്ട് സ്ട്രീറ്റിലെ ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ അവരുടെ ഇടയിൽ അവർ 350-400 പേരുണ്ടാവും. നമ്മുടെ 2022, 23, 24 ഈ വർഷങ്ങളിൽ മൊത്തം ക്രിസ്മസിൻ്റെ അന്ന് അവരുടെ ഇടയിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി യേശുവിനെ പ്രഖ്യാപിക്കും. ഞാൻ അവിടെ യേശുവിൻ്റെ ബർത്ത്ഡേ ആണ്, യേശുവിനെ കുറിച്ച് പറയും, മാതാവിനെ കുറിച്ച് പറയും, എങ്ങനെയാണ് യേശു വന്നത്, യേശുവാണ് ഏക രക്ഷകൻ എന്ന് അവരുടെ ഇടയിൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാറുണ്ട്. ഈ വർഷം ഞാൻ അത് ചെയ്യും. ഉടമ്പടി എടുത്തപ്പനെ 22, 23, 24, 25 ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. അന്നേ ദിവസം അവധിയെടുത്ത് അവിടെ നിന്ന് ഇവിടെ വരും. നാളെയും പങ്കെടുക്കും. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. അമ്മ വഴി യേശു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി, സ്തുതി, ആരാധന, മഹത്വം, ഹാലേലിയ ഹൃദയത അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ നിത്യസ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നെ കേൾക്കുന്ന നിങ്ങളിലും ഞങ്ങളിലും നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളിലും ജോസഫ് അച്ഛനിലും ഇവിടെയുള്ള എല്ലാ ടീം അംഗങ്ങളിലും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യം നിർത്തുന്നു. ഇനിയും ഞാൻ വരും സാക്ഷ്യം പറയാൻ. ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആഫ്രിക്കയ്ക്ക് പോയി. അപ്പോൾ അവിടെ ലോക്ക്ഡൗൺ ആയ കാരണം പള്ളിയിൽ പോകാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, യേശുവിനെ സ്വീകരിക്കാനും പറ്റില്ല. അപ്പം ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് കരച്ചില്ല, അമ്മേ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഈ കൊച്ചു എന്നോട് പറയാണ്, അമ്മയ്ക്ക് പ്രാന്തുണ്ടോ, ലോക്ക്ഡൗൺ ആയ സമയത്ത് ആരെങ്കിലും പള്ളി തുറന്ന് അമ്മയ്ക്ക് യേശുവിനെ തരുമോ? അങ്ങനെ പറഞ്ഞു. ഇവളെന്നെ കളിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലടി മാതാവ് തരും നമുക്ക്. അങ്ങനെ ഇരിക്കെ 11 മണിയായപ്പോൾ ഏതോ ഒരച്ഛൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ 10 ഓസ്തി കൊടുത്ത് വിട്ടിരിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് സൂപ്രണ്ടിനെ കൊടുക്കാൻ പറഞ്ഞ്. എൻ്റെ മാതാവേ, ഇതിലും വലിയ അത്ഭുതം എന്തോ ഉള്ളേ. സ്വപ്നത്തിൽ ഞാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് യേശുവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പകല് 11 മണിയായപ്പോൾ ഇതാ യേശുവിനെ സ്വീകരിക്കാൻ പറഞ്ഞ് ഏതോ ഒരച്ഛൻ നഴ്സിംഗ് സൂപ്രണ്ടിന് കൊടുക്കാൻ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചേക്കണു 10 ഓസ്തി. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, ഒരു മനസ്താപ പ്രകരണം, ഒരു വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവ് ജപമാല ചൊല്ലിയിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുവിൻ. എഴുതി വെച്ചിരിക്കുക. ഇന്നും അറിയില്ല അച്ഛൻ ഏതാന്ന്.
അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. ഞങ്ങൾ എന്നിട്ട് പരിശുദ്ധ കുർബാന ഉപയോഗിച്ചത് അവിടെയുള്ള 550 നേഴ്സസ് ഉണ്ടല്ലോ, അവിടുത്തെ ആഫ്രിക്കൻ നേഴ്സസിനെയും മലയാളി നേഴ്സസിനെയും ഇന്ത്യൻ നേഴ്സസിനെയും ക്രിസ്ത്യൻസിനെയും എല്ലാവരും വിളിച്ചു കൂട്ടി. അവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി. ഈ ജപമാല ചൊല്ലി കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ ആ കുറിപ്പിൽ ഇട്ടതുപോലെ തന്നെ മനസ്താപ പ്രകരണം ചൊല്ലി, വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ ജപമാല ചൊല്ലി, തിരി കത്തിച്ച് വെച്ച് 2 തിരിയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഞാനാണ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് തിരുവോസ്തി. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഞ്ഞിയും പയറും ചമ്മന്തിയും കൊടുത്തു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അത് ഇപ്പോഴും ചിന്തിക്കുമ്പം കോരിത്തരിക്കുക. ഭയങ്കര അത്ഭുതം. എല്ലാവരും ഭയങ്കരമായിട്ട് വിശ്വാസത്തിൽ വന്നു. അന്ന് ആഫ്രിക്കയിൽ ഒരു പ്രത്യേകതയുണ്ട്, അവർ മെഡിസിൻ കഴിക്കില്ല. ബൈബിള് എല്ലാവരുടെ തലവരുടെ അടിയിലുണ്ടാവും. അപ്പോൾ ബൈബിള് വെച്ചിട്ട് ഈ മെഡിസിൻ അവർ താഴെ ഇടും. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ മെഡിസിനും കഴിക്കാൻ തുടങ്ങി, ബൈബിളും പ്രോപ്പറായിട്ട് വായിക്കാൻ തുടങ്ങി. അമ്മയിൽ വിശ്വാസമില്ലാതിരുന്ന എല്ലാവരും അമ്മയിനെ വിശ്വസിച്ച് ജപമാല ചെല്ലാൻ തുടങ്ങി.